തിരമാലകൾ തീരം കഴുകുമ്പോൾ എന്നുള്ളത്തിൽ ഇട പറയാതെങ്ങോ മറയുകയോ എൻ കണ്ണേ. കണ്ടോ? അത്ര ഉണ്ടോ താഴ്ച? അത്ര ഉണ്ടോ താഴ്ച? വളരെ റിസ്കി ആയിട്ടുള്ളൊരു കയറ്റമാണ്. CD100ൻ്റെ യഥാർത്ഥ ശക്തി എനിക്ക് ഇതിൽ അറിയാൻ സാധിക്കും. ഇവൻ പുലിയല്ലേ? ചെമ്പകമേ ചെമ്പകമേ നീന്തല്ലേ സഖിയേ സഖിയേ ഓമൽ കനവേ നീന്തല്ലേ നീലക്കായലോളം പാടി കാതിൽ ചൊല്ലി നീന്തല്ലേ. തിരമാലകൾ തീരം കഴുകുമ്പോൾ എന്നുള്ളത്തിൽ ഇട പറയാതെങ്ങോ മറയുകയോ എൻ കണ്ണേ. മനമൊരുകും ഗീതം കേൾക്കാമോ? ഇങ്ങനെ ഉണ്ട്. കാല് നനയ്ക്കുണ്ട്. എൻ്റെ കാല് മുറിഞ്ഞു. ഈ വെള്ളത്തിലാണ് ഇനി കഴിയും. പർദേശിയാൻ സോങ് റിലീസായിട്ടുണ്ട്. ഒരു രക്ഷയിലുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണാൻ പോകും. ജാനുവരി 14 കൂലി റിലീസുണ്ട്. എന്തായാലും കാണണം. അറങ്കം മതിരട്ടുമേ വിസിൽ പറക്കട്ടുമേ. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഭയങ്കര തണുപ്പാണ്. കാട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. ഭയങ്കര സോ ഫ്രീ. മൈ സോൾ ഈസ് സോ ഫ്രീ നൗ. എൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നു. എന്തായാലും ഷൂരി കഴുകുക. കാല് കഴുകുക എന്തായാലും. ഇങ്ങനെ അഴിക്കണം. കാല് കീറി. ചോരപ്പുഴയാണ്. കണ്ടോ? പെട്ട് ചാടി ഇതേപോലെ ഇറങ്ങി വന്നോണ്ട് അതാണ് ഞാൻ ക്യാമറ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തത്. ഇങ്ങേരെ പോലും കാണാനില്ലായിരുന്നു. ഇങ്ങേര് താഴെ എത്തി. ഞാൻ അവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയി. ഇവിടെ കുറച്ച് കോളേജ് സ്റ്റുഡൻസും കുറച്ച് ബോയ്സൊക്കെ ആയിട്ട് വന്നിരുന്നു. അവർക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല. അവർ ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ല അവർ. അപ്പോൾ കാല് പോയി. കാല് ഒരു ആണിയിൽ കുത്തി ഇറങ്ങി. ഇങ്ങനെ ചാടി ഇറങ്ങിയപ്പോൾ കാല് കുത്തി ഇറങ്ങിപ്പോയി. തള്ള ഇറങ്ങി. പൊക്കാൻ പോലും പറ്റിയില്ല. എങ്ങനെയോ പൊക്കിയെടുത്ത് തേഞ്ഞ കേട്ടോ. പോണ വഴിക്ക് പോയിട്ട് തീറ്റി എടുക്കും. നല്ല രക്തം പോയി. ഷൂവിൻ്റെ അടി മൊത്തം കണ്ടില്ല. രക്തപ്പുഴയാണ്. അവരിതുവരെ വന്നിട്ട് അവരിത് കാണാതെ പോയെങ്കിൽ വളരെ നഷ്ടമായി. നമ്മുടെ കൂടെ ഒന്ന് ഇറങ്ങി കാണുന്നു. അതെ, നമ്മൾ പിടിച്ച് നമ്മൾ നല്ല ബിഹേവ് ചെയ്തു. तू चले संग से सभी गुल अपना है ये ख्याल अपना है ये ख्याल तू चले संग चले सभी गुल अपना है ये ख्याल ഐസ് വാട്ടർ പോലത്തെ വെള്ളം अपना ये ख्याल है ऐसा लगे महरोस दिले दिल जागराना तेरी ही परछाई
എന്ത് കാമാണെന്നറിയാമോ. ഇവിടെ ഒരു മനുഷ്യല്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഭയങ്കര കൂളായിട്ടുണ്ട്. മറ്റേ ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കണമല്ലോ, ഉൾക്കാട്ടിനകത്ത് നിൽക്കണ ഒരു ഫീൽ. അപ്പോൾ ഒരുപാട് കാട്ടിനകത്തൊന്നും അല്ല ശരിക്കും. അന്ന് പോയ സ്പോട്ട് ഇതുപോലെയായിരുന്നു, മറ്റേ ഉൾക്കാട്ടില്ല. നമ്മൾ മേളിൽ പോയ വീഡിയോ അന്ന് അവിടത്തെ എടുത്തില്ലായിരുന്നു ക്യാമറ ചാർജ് ചെയ്തിട്ട സമയത്ത്. നമ്മളൊക്കെ താഴെ ഇറങ്ങി ക്യാമറയ്ക്ക് ചാർജ് നിർത്തിയിട്ട് ഇറങ്ങാൻ താഴെ. പിന്നെ ക്യാമറ വെച്ചോണ്ട് ഇറങ്ങണ റിസ്ക് ആയതുകൊണ്ടാണ് ക്യാമറ എടുക്കാത്തത്. കറക്കി നേരെ വീണ് കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ട് ക്യാമറ വെക്കാതെ ഇന്നലെ ഇറങ്ങി. അത്രയും ഹെവി സ്പോട്ട് തന്നെയായിരുന്നു അപ്പോൾ ഇന്നലത്തെ. ഇത് സീനില്ല, ഒരു സീനില്ല. ഇന്നലത്തെ പക്ഷേ ഹെവി അഡ്വഞ്ചറസ് തന്നെയായിരുന്നു. നല്ല ചറക്കലുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ചറക്കി പിടിച്ചു നിന്നു, മറ്റേ ആ കല്ലിൻ്റെ വെഡ്ജുകൾ പിടിച്ച് അങ്ങനെയൊക്കെ നിന്നാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ചറക്കി പോകും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. അമ്പൂരിയാണ് കേട്ടോ എല്ലാ സ്പോട്ടുകളും. എന്തായാലും മര്യാദക്കാർ എപ്പോഴും മാപ്പ് ഇടാതെ വരും. അത് കഴിഞ്ഞിട്ട് മാപ്പ് എടുത്തിടുന്നു, കാരണം എല്ലാം ഇവിടെ തന്നെയാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾ ട്രിവാൻഡ്രത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നത് ഈ അമ്പൂരി തന്നെയാണ് കേട്ടോ. അത്രത്തോളം സ്പോട്ടുകളുണ്ട് ഇവിടെ. ഒരു 100-200 സ്പോട്ടുകൾ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ആകെ 4-5 സ്പോട്ടുകളായിട്ടുള്ളൂ. ഇനിയും 90 സംതിങ് സ്പോട്ടുകൾ ഇനിയും ഉണ്ടെന്നാണ് അറിഞ്ഞത്. പിന്നെ കിടനാട്ട് കിടക്കണം മറ്റു പല സ്പോട്ടുകൾ അല്ലാതെയോ. പിന്നെ നമുക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയകളുള്ള ഒരു റീജിയനും കൂടെയാണ് അമ്പൂരി. നമുക്ക് പോകാൻ പറ്റില്ലാത്ത സ്ഥലങ്ങളുണ്ട് കുറേ. അത് ഹിഡൻ സ്പോട്ടുകളാണ്. ഈ ചില ആൾക്കാർ മറ്റേ അല്ലാതെയുള്ള പരിചയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചിലർ പോയിട്ടുള്ളത്. നമുക്ക് അവരുമായിട്ട് പരിചയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാട്ടുകാരായിട്ടൊക്കെ ഒരു കണക്ഷനാണ്. നമുക്കിവിടെ അങ്ങനെ പരിചയം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, പക്ഷേ അവർക്കൊക്കെ പരിചയം വേണം. നാട്ടുകാരെ പലരെയും പരിചയമുണ്ട് ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ. പക്ഷേ അവർക്കൊന്നും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കിടിലം സ്പോട്ടുകളൊക്കെ ഉള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരുന്ന സ്പോട്ടുകളാണ്. ഇപ്പോഴും ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങൾ അമ്പൂരിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. നൈറ്റ് കുളിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങി. ശരത് ബ്രോ വരുന്നില്ല എന്ന് പറഞ്ഞു. സോ നമുക്ക് പോയി നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സംഭവം. ഇവിടെ ആണികളൊക്കെ കാണുമല്ലോ അടുത്ത് ചാവ. ഒന്ന് മൂത്രം ഒഴിക്കണം, അത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പിന്നെ അങ്ങൊന്നും പോയി ഒഴിക്കില്ല അതിൻ്റെ ഇടയിൽ. അത് തെറ്റല്ലേ. എൻ്റെ അമ്മ ഇവിടെയൊക്കെ ഫുൾ പാടാണ്. കയറില്ല വണ്ടി. ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഫ്രണ്ട്സ്. സോ സൂത്തി, സോ ഗ്രേറ്റ് ടു. കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം. സൂപ്പറാണല്ലേ? അങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? വല്ല പാമ്പോ കോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ കത്തു. യെസ്, അങ്ങോട്ടൊക്കെ എന്തൊക്കെയുണ്ട്, പോയി നോക്കാമെന്നുള്ളത്. ഫുൾ വെള്ളമാണല്ലോ. ഇതൊക്കെയാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. ഇതേത് വഴി? ഇവിടെയും വഴിയുണ്ട്.
ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തിരുവനന്തപുരത്ത് സ്പോട്ടുകൾ അന്വേഷണം നടത്തുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത് 2 ഭാഗങ്ങളായിട്ടായിരിക്കും മിക്കവാറും, 2 എപ്പിസോഡുകളായിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം കാണാനായിട്ട് എപ്പിസോഡ് 2 വരെ വെയിറ്റ് ചെയ്യുക. എപ്പിസോഡ് 2 നാളെ തന്നെ വരുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ട്രാവൽ വ്ളോഗുകളും ഫുഡ് വ്ളോഗുകളും ഒക്കെ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. ഇവിടെ പോയാൽ അത്ര ഉണ്ടോ താഴ്ച? അത്ര ഉണ്ടോ താഴ്ച? വളരെ മിനറലൈസ്ഡ് ആയിട്ടുള്ള ഭയങ്കര തണുപ്പല്ലേ, ഒരു ഭയങ്കര സുഖം ആയിരിക്കണം. നമ്മളെ വീട്ടിലെ വെള്ളത്തിൽ കുടിക്കുന്നത് കയറ്. അതൊക്കെയാണ്. ഇതാണ് ഇരപ്പഴംകുഴി വാട്ടർഫാൾസ് അമ്പൂരി. നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യാൻ വരിക. നമ്മൾ കുറേ ചുറ്റിപ്പോൾ എൻ്റെ കാല് മുറിഞ്ഞ് ഇനി പോയി പോകുമ്പോൾ TT എടുക്കണം, ആകെ ടാസ്ക്കായി. കാല് നല്ലപോലെ രക്തം പോയി, ഇപ്പോഴും ഒരുക്കിയത്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞതും കൂടെയാണ് ഈ ഒരു ട്രാവൽ ബ്ലോഗ്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതൊന്നും ഒന്നും അല്ലെന്നാണ് പറയപ്പെടുന്നത്. സോ ഈശ്വര എന്നെ രക്ഷിക്കണേ എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയും എൻ്റെ കൂടെ വേണം. വളരെ പീസ്ഫുൾ ആൻഡ് സൂത്തിങ് ആയിട്ട് കാട്ടിൻ്റെ ഇടയിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ ഒരു ഭയങ്കര സമാധാനം, വളരെ എസ്തെറ്റിക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നാട്ടും പ്രദേശം. ഒരു രക്ഷയില്ല, നിങ്ങൾ നന്നായി അനുഭവിക്കേണ്ടത്. പറഞ്ഞിട്ട് കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് വരാമെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ എളുപ്പമാണ് ശരിക്കും. ഇതൊരു വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു ട്രാവലുകളാണ്, ട്രിപ്പുകളാണ്. ആർക്കും വരാമെന്നുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് 35 കിലോമീറ്റർ ആണുള്ളത്. തിരിച്ചിന് നമ്മൾ 35 കിലോമീറ്റർ 40 കിലോമീറ്ററോളം തിരിച്ച് ട്രാവൽ ചെയ്യണം. അപ്പോൾ അതാണ്. എന്തായാലും ഞാൻ കയറാൻ പോകും. കയറാം. കാല് കാണിക്കും. കാലെന്താണ് അവസ്ഥ? ഇതിൻ്റെ മറവിൽ നിന്ന് അങ്ങനെ കുളിയും കഴിഞ്ഞിറങ്ങി നമ്മൾ പോവാണ്. ഗുഡ് ബൈ. വളരെ സൂത്തിങ് ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. സോ ഞങ്ങൾ റെസ്റ്റിലാണ്. നല്ല വിശപ്പുണ്ട്. വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ടിട്ട് നല്ല വിശപ്പുണ്ട്. ഒന്നും കഴിക്കാതെ ഇറങ്ങി. സോ നല്ല വിശപ്പൊന്ന് കഴിക്കണം. സോ വളരെ ഉൾക്കാട്ടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീൽ. വലം കാൽ ചിലം പൂമായി തിരുമെത്തി എൻ്റെ നെഞ്ചിൻ ബൈ. ബ്യൂട്ടിഫുൾ, സോ ട്രഡീഷണൽ ആൻഡ് ബ്യൂട്ടിഫുൾ. ആ കല്ലിൻ്റെ ഇടയിരുന്ന് സൂപ്പറായിട്ട് കുളിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ അങ്ങോട്ടൊക്കെ പോയാൽ റിസ്ക്കാണ്. ഇപ്പോൾ കാണുന്ന സ്പോട്ടിലൊക്കെ വൻ സംഭവമാണ് കേട്ടോ. അങ്ങനെ അമ്പൂരിയിൽ മിക്കവാറും അടുത്ത ട്രിപ്പ് അമ്പൂരിയിൽ തന്നെ. സോ നമ്മളെ കേരളത്തിൻ്റെ ആ ഒരു പരിപാടികളുണ്ടല്ലോ, ഇവിടെ മാത്രമേ ഈ ഒരു വൈബുള്ളൂ. ഇത് അറ്റ്മോസ്ഫിയർ ആയാലും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ. കാല് മുറിഞ്ഞ് ഇനി പോണ വഴിക്ക് TT എടുക്കണം. നല്ല വിശക്കുന്നുണ്ട്. ആണി കുത്തി ഇറങ്ങി, ബ്ലഡ് ഒരുപാട് പോയി കേട്ടോ. ഡാർക്ക് എന്താ പോകുന്നത്. പോരത്തിന് ഫുഡും കഴിച്ചിട്ടില്ല. എൻ്റെ അവസ്ഥ ആലോചിച്ച് പോകണം. ശരിക്കും പോയി. ഷൂ അങ്ങോട്ട് കാണിച്ചെന്നില്ലേ, ഷൂവിൻ്റെ അകത്ത് നിറയെ ബ്ലഡാണ്. വേറൊരു ട്രക്കിംഗ് ഷൂ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ മിന്ത്രയിൽ നിന്ന്. അത് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു സൈറ്റിൽ നിന്ന് ഒരെണ്ണം ചെയ്താലോ എന്നാണ് ആലോചിക്കണം. അതിലും വില കുറവാണ്, കുറേ മേടിക്കാമല്ലോ.
എന്തായാലും ആവശ്യം വരും. സോ യെസ്, അതൊക്കെയാണ്. നീ ഇവിടെ നിന്ന് വലിഞ്ഞ് കയറി വണ്ടി ഇരിക്കുന്നിടത്ത് പോകും. ആരുമില്ല അവിടെ. ആരുമില്ലല്ലോ. വന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ആ പിള്ളേരെല്ലാം എവിടെയാണെന്ന് അറിയത്തില്ല. ഇനി അറിയാമല്ല എവിടെയാണെന്ന്. അതെ, ശരി മാമ, പോട്ടോ. ശരി. ഇതുവരെ വന്നിട്ട് പോയത് മണ്ടത്തരായി പോയി. അതെ, അത്രയും ആൾക്കാർ. നിങ്ങളുടെ ബ്ലോഗിന്റെ പേര്? അപ്പുക്കുട്ടൻ വ്ളോഗ്സ്. അപ്പുക്കുട്ടൻ. മാമന്റെ പേര്? എന്റെ പേര് ഷിജു. ഇവിടെയാണ് വീട്. വീട് ഇതെന്റെ പറമ്പ്. പിന്നെ ഇതിനപ്പുറം തമിഴ്നാട്. അതുവരെ ബസ് വരും. തമിഴ്നാട്ടിലെ ബസ് വരും. അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തുള്ള ആനക്കുഴി അറിയാല്ല, ഫോറസ്റ്റ് ഉണ്ട്. അവിടെ പോയി. നാളെ സൺഡേ ആണ്. പിന്നെ നാളെ ആനക്കുളം അല്ലേ? ആനക്കുളം അല്ലേ? ആനക്കുളം പോയി. അവിടെയാണോ തൊട്ട് മുമ്പ് പോയത്? മെനിഞ്ഞാന്ന്. അവിടെ എങ്ങനെയുണ്ട് കൊള്ളാവോ? അവിടെ ആരോ മരിച്ച അങ്ങ് ഇവിടെ ആ ഭാഗത്ത്. നമ്മൾ പോയത് വെള്ളച്ചാട്ടം പൊളി. ഒരു രക്ഷയില്ല. അവിടെയാണോ കൊള്ളുന്നുള്ള? ഇവിടെയാണോ കൊള്ളുന്നത്? അവിടെ മറ്റേ വലിഞ്ഞ് മേളിൽ കയറാനൊക്കെ പറ്റും. റിസ്കിയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഫാമിലികൾ വന്ന് ഇവിടെ ഫുഡ് ഉണ്ടാക്കുക. ഒരു രക്ഷയില്ല. ഇതും കിടില, അതും കിടില, രണ്ടും പൊളി. അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ലത്. പിന്നെ കാറ്റുമീനുണ്ട്, കപ്പയുണ്ട്. ഇവിടെ ഭയങ്കര സമാധാനം, സന്തോഷം, സമാധാനം. ഒരു ഇത് അനക്കമില്ല. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നു. ചേട്ടൻ കയറിപ്പോയി, ഞാൻ പോണേ മാമ. ശരി എന്നാ. വിടാം. യെസ്, പോണേ ചേച്ചി. ബൈ. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പോവാണ്. ഈ തേര് നിങ്ങൾ കയറണുണ്ടോ? നേരത്തെ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. വമ്പൻ തേരി എന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് നിങ്ങൾ കണ്ടല്ലോ. അതിനെക്കാട്ടിലും വമ്പണ്ടാർക്കാണ് തിരിച്ചു പോവാൻ. വൻ സീൻസ് അത്. ഓഫ്, ഫസ്റ്റിട്ടേ കയറത്തുള്ളൂ മക്കളെ. അതുപോലെ ഒരു സ്ഥലം. വളരെ റിസ്കി ആയിട്ടുള്ളൊരു കയറ്റമാണ്. CD100ൻ്റെ യഥാർത്ഥ ശക്തി നിങ്ങൾക്ക് ഇതിൽ അറിയാൻ സാധിക്കും. ഇവൻ പുലിയല്ലേ? കണ്ടില്ലേ? ഇതാണ് മക്കളെ ഹീറോ ഹോണ്ടയുടെ പവർ. 1998 ഇറങ്ങിയ മുതൽ ടെസ്റ്റിൽ BD ഫസ്റ്റിലിട്ടൊരു ക്യാറലാണ്. ഇന്നെന്താ പാവം നടക്കും. വീട്ടിൽ എന്തായാലും നടത്തുന്നുണ്ട്. ഞാൻ മാത്രം തന്നെയായിരുന്നു ഇതേപോലെ സ്ഥലത്ത്. വേറെ ആരും ഓട്ടിക്കാൻ പോലും ധൈര്യപ്പെടാറില്ല. വിഷ്ണു പോലും തിരുച്ചിമലയിലാണ് നിൽക്കുന്നത്. അത്രയും ഹെവിയാണ്. Wow. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോകാനുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. പോയി എല്ലാം കഴിക്കണം, സ്ഥലം വിടണം. അന്നെല്ലാം നടന്നെത്തിയിട്ടുണ്ട് പോകാൻ. കുഴപ്പമില്ല, വിഷ്ണു എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ. ഞാൻ മാത്രം തന്നെ വണ്ടി ഇരുന്ന് പറഞ്ഞു. സോ അത് നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നോക്കിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോകൾക്കായി ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ ടൈം ഓൾവേസ് ബി വിത്ത് മീ. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പോവാണ്. എന്നാൽ ഒരു ബായ് പറഞ്ഞേ. ബായ്.